ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. സുബി എന്നാണ് പേര്. വയനാട് ജില്ലയിൽ ചൂതുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഈ ബിസിനസ്സിലേക്ക് ഏകദേശം ഒരു 6 വർഷമായി ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് ഇന്ന് NTC ടച്ചിങ് ആണ്. ഏകദേശം ഒരു 1.5 കോടിക്ക് മുകളിൽ ബിസിനസ് വോളിയം മാച്ച് ചെയ്ത് അതിന് ഒരു ടീം വർക്കായി ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ ആദ്യം തന്നെ അവസരം ഒരുക്കി തന്ന നമ്മുടെ റെജീന മാഡത്തിനും അതേപോലെ അയ്യൂബ് സാറിനും ഒക്കെ നന്ദി പറയുന്നു. പിന്നെ എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് ഷിനോസ് സാറാണ്. ഇന്ന് അപ്കമിങ് CTC ഷിനോസ് സാറും അതേപോലെ തന്നെ എന്റെ നെയ്മറാണ് സന്തോഷ് സാറ്. രണ്ടുപേരും NTC-മാരാണ്. അപ്പം അവർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുവാണ്. കാരണം ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണിത്, അല്ലെ, ഗോൾഡൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്റെ കയ്യിലേക്ക് എത്തിച്ചത്. അപ്പം ആദ്യ സമയത്ത് നമുക്ക് ഇതൊന്നും ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, ഇതിന്റെ വലിപ്പം നമ്മൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയാ, നമ്മുടെ അപ്ലൈന്മാരോടുള്ള നന്ദി സൂചക അത്രയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ആത്മാർത്ഥമായിട്ടും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും അവരെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെ നമ്മുടെ വർക്കുകളെല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ്. കാരണം അത്രയും മഹത്തരമായ ബിസിനസ്സിലാണ് എന്നെ എത്തിച്ചത്. ഇതേപോലെ ഞാൻ പറയുന്നു, ഇതിനു മുമ്പ് ടൈൽസിന്റെ കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്ന അവസരത്തിലാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. അതും ഷിനോസ് സാറ് കൊച്ചനാണ്. അപ്പൊ അങ്ങനെ ഇതിന്റെ ഒരു പ്രൊഡക്റ്റ് കയ്യിലെത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. കാരണം ചാമ്പി തൈലം ഞാൻ പറഞ്ഞു ടൈൽസിന്റെ കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുകയാണെന്ന് മാഡം പരിചയപ്പെടുത്തി. അപ്പൊ നമുക്കൊക്കെ അറിയാം ഉണ്ടാകുന്ന ഒരു വിഷയമാണ് നടുവേദന. ആ നടുവേദനയ്ക്ക് ഇതില് നമ്മുടെ സൂപ്പർ ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ചാമ്പി തൈലം എന്ന് പറയും. ആ തൈലം ഉപയോഗിച്ചതിന്റെ റിസൾട്ട് ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലും ഇന്ന് വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും കഴിഞ്ഞത്. കാരണം അത് ഉപയോഗിച്ചു. ഷിനോസ് സാറ് കൊച്ചനാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ബിസിനസ്സിലല്ലേ ഒരവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈൻ ലീഡേഴ്സ് പറയാറുള്ളത് ഒന്നെങ്കിൽ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഈ അവസരം എത്തിക്കുമെന്നാണ് പറയാറ്. ശരിയല്ലേ? അങ്ങനെ സുഹൃത്തിലൂടെ ബന്ധുവിലൂടെ കിട്ടിയതാണ് ഈ അവസരം. അങ്ങനെ ഷിനോസ് സാർ ഇതിന്റെ പ്രൊഡക്റ്റ് കൊണ്ട് തന്നു. അത് ഉപയോഗിച്ച് ഒരാഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ കൂടെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഹിന്ദിക്കാരും മലയാളീസ് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് പ്രൊഡക്റ്റ് ഇങ്ങനെ ഒരു തൈലം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പൊ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു ബിസിനസ് ആയിട്ട് പിന്നീടാണ് എന്റെ ഉള്ളിലേക്ക് വരുന്നത്. കാരണം അന്ന് ഈ പ്രൊഡക്റ്റിന്റെ നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ അവരോട് പറഞ്ഞു നല്ലതാണ്, ഉപയോഗിച്ചിട്ട് നോക്കിയിട്ട് നല്ലതാണ്. അപ്പൊ അവർ 1-2 കൊണ്ടു തരുമോ? അങ്ങനെ രണ്ടാമത് ഞാൻ ഷിനോസ് സാറിന്റെ അടുത്ത് ഈ പ്രൊഡക്റ്റിന് വേണ്ടി ചെല്ലുകയും ഷിനോസ് സാറിനൊന്ന് ഷോപ്പൊക്കെ ഇട്ട് നല്ല അതായത് ഷിനോസ് സാർ ശരിക്കും ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആണ്, കൊച്ചനാണ്. അപ്പൊ ഈ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വലിയ ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ല. കാരണം കൊച്ചനാണെങ്കിൽ പോലും എന്താ പറയാ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് മാത്രമല്ല കോൺട്രാക്ട് വർക്ക് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആണ് ഷിനോസ് സാറ്. അപ്പം സൈറ്റിൽ ആദ്യം ഷിനോസ് സാറ് ഏതെങ്കിലും ഒരു സൈഡിലെത്തും, അവിടെ പതുക്കെ ഞാനും എത്തും. കാരണം നമ്മൾ നല്ല ബന്ധത്തിലായതുകൊണ്ട് അവിടുത്തെ കോൺട്രാക്ട് വർക്ക് ഇരിക്കായിരിക്കും വരിക. അപ്പൊ അങ്ങനെ ഒരു നല്ല ബന്ധത്തിലിരിക്കുന്ന സമയത്ത് കൊണ്ടെത്തുമ്പോൾ നമുക്കൊരു മോട്ടർ കംപ്ലൈന്റ് ആയി വീട്ടില്. ആ സമയത്ത് ഷിനോസ് സാർ വന്ന് ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട്, ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആണല്ലോ, അപ്പം കൊച്ചനാണ്, പിന്നെ വേറെ പുറത്തുനിന്ന് ആരും വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് തന്നതാണ് ഒരു ചാമ്പി തൈലം. ആ ചാമ്പി തൈലം ഉപയോഗിച്ചിട്ട് അമേസിംഗ് ആയിട്ട് റിസൾട്ട് ആണ് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ കിട്ടിയത്. നടുവേദന മാറി, നീർക്കെട്ടുള്ളതായിരുന്നു. അപ്പൊ മാറി. അങ്ങനെ കൂടെയുള്ളവർക്കും അത് 2-3 ബോട്ടിൽ കൊണ്ട് കൊടുത്തു. അതിനുശേഷം അവരും പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു നല്ലതാണ് അങ്ങനെ പറഞ്ഞു. വീണ്ടും ഇത് വാങ്ങാൻ വേണ്ടി ഷിനോസ് സാറിന് എടുത്തു വന്നു. അന്നേരമാണ് ഒരു അവസരം കയ്യിലേക്ക് വരുന്നത്. കാരണം ഇത് ബിസിനസ് ആണെന്ന് പറയുന്നത് അന്ന് നാഷണൽ ടീം കോർഡിനേറ്റർ സന്തോഷ് സാർ ഇങ്ങനെ കടയിൽ വെച്ച് പറയലുണ്ടായി, സാറേ ഇതിലൊരു ബിസിനസ് ഉണ്ട്, നല്ലതാണ്, ചെയ്യാൻ കഴിയും. അങ്ങനെ പക്ഷെ നമ്മൾ ചാമ്പ്യത്തേലും വാങ്ങാൻ ചെന്നതല്ല, ബിസിനസ് ആയിട്ട് ഡയറക്ട് സെല്ലിങ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യൂല. കാരണം നമ്മുടെ മുമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ പോലെ വലിയ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ ഓക്കെ ആയിക്കോട്ടെ അന്ന് ഏറ്റെടുത്തില്ല. പിന്നീടാണെന്ന് നമുക്കറിയാം റീജൻസി ബത്തേരി റീജൻസിയിൽ വെച്ചിട്ട് എല്ലാ ശനിയാഴ്ചയും പ്രോഗ്രാം നടക്കാറുണ്ട്. ഒരു 3 മണിക്ക് ശേഷമാണ് നടക്കാറ്. അപ്പൊ അങ്ങനെ എന്നെ വിളിച്ചു. ഒരു ഷിനോസ് സാർ ആദ്യത്തെ മന്തില് ഒരു പെർഫോമൻസ് ബോണസ് അടിച്ചു. ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ നിന്ന് 3 പെർഫോമൻസ് ബോണസ് അടിച്ചുകൊണ്ടാണ് ഷിനോസ് സാർ ബിസിനസ്സിലേക്ക് കടന്നത്. ആദ്യത്തെ മന്ത് പെർഫോമൻസ് ബോണസ് അടിച്ചപ്പോൾ അതിന്റെ ഒരു അംഗീകാരം, ഒരു ഹോണറിങ് കിട്ടുന്നുണ്ടായിരുന്നു.
അപ്പൊ എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, നീ ഒന്ന് വരണം. ഞാൻ പറഞ്ഞു നടക്കില്ല, കാരണം ശനിയാഴ്ചയാണ്, പണിക്കാർക്ക് പൈസ കൊടുക്കണം, അപ്പൊ കൂലി കൊടുക്കണം. കൂലി കൊടുത്തില്ലുള്ള ഇതറിയാലോ, അടുത്ത ആഴ്ച അവർ ഉണ്ടാവില്ല. നമ്മൾ കോൺട്രാക്ട് വർക്ക് ആയതുകൊണ്ട് തന്നെ എന്താ പറയാ, എഗ്രിമെന്റ് ഒക്കെ വെച്ച് റിസോർട്ടുകളുടെയും അങ്ങനെയുള്ള വർക്കുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പിന്നത്തെ ആഴ്ച ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും, അവർ വന്നില്ലേ ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞത് നടക്കില്ല. അപ്പം സോറി, അത് കുഴപ്പമില്ല, നീ വെള്ളിയാഴ്ച ഒന്ന് മേടിച്ചു കൊടുത്തിട്ടൊന്ന് വരണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റനാണ് കൂടുതൽ വർക്കും എനിക്ക് തരാറുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ എത്തിയേക്കാം, സമയം വൈകിയാണെങ്കിൽ എത്തിയേക്കാന്ന് പറഞ്ഞു. പക്ഷെ ഷിനോ സാർ ഉച്ചയായപ്പോ തന്നെ വിളിക്കാൻ തുടങ്ങി, നീ വന്നേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ആ ഒരു പ്രോഗ്രാമില്, ബത്തേരി ഒരു പ്രോഗ്രാമിൽ ചെന്നു. ആ പ്രോഗ്രാമിൽ ചെല്ലുമ്പം ആണ് രസം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം എന്നെ അറിയുന്ന കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അന്ന് MC ചെയ്തുകൊണ്ടിരുന്നത്, ഇന്നിപ്പം നമ്മുടെ അല്ലെ സുമയ മാഡം ചെയ്ത പോലെ MC എന്ന പ്രോഗ്രാമിൽ ചെയ്തുകൊണ്ടിരുന്നത് സന്തോഷ് സാറാണ്. അന്ന് സന്തോഷ് സാറ് DTC റാങ്കിൽ നിന്നിട്ടാണ്. അപ്പൊ സന്തോഷ് സാറിനെ ഞാൻ അറിയുന്ന നെയ്മറാണ്. അപ്പൊ ഞാൻ അറിയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം CA കാരനാണ്. അപ്പോ ഞാൻ വിചാരിച്ചു ഇയാളെ ഗസ്റ്റ് ആയിട്ട് ഞാൻ വിളിച്ചതായിരിക്കും. പ്രോഗ്രാമിൽ അദ്ദേഹം മൈക്ക് പിടിച്ച് ചെയ്യുന്നുണ്ട്, ഇതിന്റെ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ചെല്ലുന്നില്ല, നമുക്കറിയാലോ. അപ്പം MC ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇത് ആരെങ്കിലും വിളിച്ചായിരിക്കും. അപ്പൊ ആ പ്രോഗ്രാമിന്റെ ഉള്ളിൽ അദ്ദേഹം പറയും, അത് കഴിയുമ്പോൾ ക്ലിയറായി പറയുന്നു, ഞാൻ ഫുൾ ടൈം ക്ലിയർ ആയിട്ട് ബിസിനസ് ചെയ്യുന്നു, നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന മേഖല ഉപേക്ഷിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഒറ്റ കാര്യം ചിന്തിച്ചുള്ളൂ, ഇയാൾക്ക് വട്ടാണ്. കാരണം നമ്മളൊക്കെ അല്ലെ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് ഒരു CA വരെ. ആകെ അവിടെ എത്തണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം CA പാസ്സായി കിട്ടണമെങ്കിൽ തന്നെ നമുക്കറിയാം വലിയ ബുദ്ധിയാണ്. 5-6 വർഷമൊക്കെ എഴുതിയതിനു ശേഷമാണ് ഒരു CA കാരനായി മാറുന്നത്. അപ്പൊ അങ്ങനെ മാറിയ ഒരാളും അല്ലെ പെട്ടെന്ന് അത് പൂർണ്ണമായും വിട്ടിട്ട് ഈ മേഖലയാണ്, ഈ സോപ്പും പേസ്റ്റും അല്ലെങ്കിൽ ഈ തൈലൊക്കെ വിൽക്കാൻ പോകുന്ന ആളാണെന്ന് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾക്ക് വട്ടാണ്. കാരണം അല്ല, ഇത്രയും നല്ലൊരു ജോലിയിൽ ഇരുന്നിട്ട് സ്വാഭാവികം നമ്മളെല്ലാരും ചിന്തിക്കുന്ന കേസാണ്. അതിനുശേഷം ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി വന്നിട്ട് അയൽവാസിയാണല്ലോ, സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, ഞാനിത് ഫുൾ ടൈം കരിയർ ആയിട്ടാണ് ചെയ്യുന്നത്, ഇപ്പൊ വേറൊന്നും ചെയ്യുന്നില്ല. ഇതാണ് അതിന് കാരണം. അദ്ദേഹം പറയുന്ന കാരണമാണ്, ഈ ബിസിനസ്സിൽ അദ്ദേഹം ഒരു 70,000 രൂപയ്ക്ക് ICIC ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ നെയ്മറാണല്ലോ, അപ്പൊ എനിക്കറിയാം. അപ്പം പറഞ്ഞു, ആ മേഖലയിലേക്ക് മാക്സിമം ചെയ്താൽ കിട്ടുന്നത് 70,000, അല്ലെങ്കിൽ മാക്സിമം പോട്ടെ, ഞാനൊരു 10 വർഷത്തോടെ ചെയ്ത 1 ലക്ഷം അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് സാലറി വരുമായിരിക്കാം. പക്ഷെ ഇന്ന് എന്റെ ചേട്ടൻ എല്ലാ വീക്കിലും 2,10,000 വാങ്ങി ഈ ബിസിനസ്സിലുണ്ട്. അദ്ദേഹത്തിന്റെ വരുമാനം കണ്ടുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ IT ഒക്കെ ചെയ്ത സന്തോഷ് സാറാണ്. അതേപോലെ നമ്മുടെ പ്രസാദ് സാറ് കസിനാണ് സന്തോഷ് സാറിന്റെ. അദ്ദേഹത്തിന്റെയും IT ഒക്കെ ചെയ്യുന്നത് ഇത് ഞാൻ കണ്ടു ബോധ്യപ്പെട്ടു വന്നതാണ്. അപ്പൊ അവര് നേടിയ ഈ അതായത് ഒരു 3-4 വർഷം കൊണ്ടാണ് അവർ ഈ 2,10,000 രൂപയിലേക്ക്, അന്ന് ഞാൻ വരുമ്പോഴത്തേക്ക് അവര് വീക്ക്ലി ഇൻകം 2,10,000 മേടിച്ച വ്യക്തികളാണ്. അപ്പൊ അവരുടെ ഈ ഒരു 4 വർഷം കൊണ്ടാണ് അവർ ഈ മേഖലയിലേക്ക് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾക്ക് ചെയ്താലും ആ നേട്ടങ്ങളിലേക്ക് എത്താൻ പറ്റും, അതിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ആദ്യം നമുക്ക് GTC കേൾക്കുമ്പോൾ അറിയാലോ നമ്മൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത്. അപ്പൊ ആയിക്കോട്ടെ, കൊച്ചനെയും പണക്കില്ല, സന്തോഷ് സാറിനെയും പണക്കില്ല, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പോന്നു. പതിവ് നമ്മൾ എന്താ ചെയ്യാറ്, നമ്മൾ പ്രോഗ്രാം കേട്ടിട്ട് വന്നാൽ അടുത്ത വർക്ക് പോവും, അല്ലെങ്കിൽ കാര്യങ്ങൾ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാനും മറ്റേ കൊടുക്കാനൊക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ എന്റെ ID ഓട്ടോമാറ്റിക് ആക്ടിവേഷൻ ആയി. അപ്പൊ അങ്ങനെ 1-2 പ്രോഗ്രാമൊക്കെ ചെറിയത് റീജൻസിയിൽ വിളിക്കും. ഒരു വലിയ താല്പര്യമൊന്നുമില്ല, നമുക്കറിയാലോ, വർക്ക് നിർത്തിയിട്ടാണ് പോകല്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല, അങ്ങനെ പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് RTP എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം മേലേക്ക് ക്ഷണിക്കുന്നത് ഷിനോ സാർ. അപ്പൊ പറഞ്ഞു റിസോർട്ടിൽ വെച്ചിട്ടാണ്, 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടാണ്. അപ്പൊ കുഴപ്പമില്ല. റേറ്റ് ഒക്കെ നോക്കിയപ്പോ ഒരു 3,000 രൂപ വരുന്നുള്ളൂ. ഞാൻ നോക്കിയപ്പോ ലാഭമാണല്ലോ. 2 ദിവസം തങ്ങുമ്പോ തന്നെ നമുക്കറിയാം, റിസോർട്ടിലേക്കൊക്കെ പോയിട്ടുള്ള ആൾക്കറിയാം, ഒരു 10,000-8,000 രൂപ എന്തായാലും മിനിമം ചാർജ് വരും വയനാട്ടിലെ റിസോർട്ടിൽ വരും. അപ്പോ ലാഭമാണല്ലോ ഉള്ള പരിപാടിയാണല്ലോ, 2 ദിവസം അവിടെ സ്റ്റേ ചെയ്യാം. അങ്ങനെ ആ RTP എന്ന് പറഞ്ഞ പ്രോഗ്രാമില് എത്തുകയും അവിടെ നിന്ന് നമുക്കെന്താ പറയാ, ഈ ബിസിനസിനെ കുറിച്ച് പൂർണ്ണമായിട്ടും ശരിക്കും പറയാം എന്താണ് ഈ ബിസിനസ് എന്ന് മനസ്സിലാകുന്ന അവിടെയാണ്. ഈ ഇൻഡസ്ട്രീന്റെ വലിപ്പം, അതേപോലെ ഇതിൽ വന്നിട്ട് ഇപ്പോ സന്തോഷ് സാറ് പറഞ്ഞ ഈ പ്രസാദ് സാറിനെയും ഷായ് സാറിനെയൊക്കെ നേരിട്ട് കാണാനും, അന്ന് പിന്നെ ബിന്ദു മാഡം, ഇവരുടെ പെങ്ങളാണ്, കോട്ടയത്ത് നിന്നാണ് ബിന്ദു മാഡം. ഈ ബിസിനസ്സിൽ 2,10,000 അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ലേഡി ലീഡർ ആയിരുന്നു.
ഒരു 6 വർഷം മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പം അവര് ഞാൻ ചിന്തിച്ചത്രേ ഉള്ളൂ, ഒരു ലേഡിക്ക് ഒരു 4 വർഷം കൊണ്ട് ആ വീക്ക്ലി ഇൻകം 2,10,000 മേടിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ നമ്മൾക്ക് ഇത് ചെയ്താൽ എന്താണ് കുഴപ്പം? അവരുടെ അനുഭവങ്ങൾ കേട്ടു. അങ്ങനെ അവസാന സെക്ഷൻ ഒക്കെ ആയതിന് നമുക്ക് നല്ല ആവേശമായി. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അവിടെ നടന്നില്ല. ഞാൻ വിചാരിച്ചു റിസോർട്ടിൽ നമുക്ക് പോവാം, കുറച്ച് എന്തെങ്കിലുമൊക്കെ പറയും, ബാക്കി റിസോർട്ടിലൂടെ അടിച്ചു പൊളിച്ച് നടക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ത്രൂ ഔട്ട് പ്രോഗ്രാം ആയിരുന്നു. രാവിലെ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 10 മണിയാകുമ്പോഴേ ഇറങ്ങുള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പോയി. പക്ഷെ അവിടുന്ന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ കാരണമായത്. കാരണം അത്രയും മഹത്തരമായത് ഒരവസരത്തിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, വെറും നമുക്കറിയാം എല്ലാവരുടെ മുമ്പിലേക്ക് അവസരങ്ങൾ എത്താറുണ്ട്, പക്ഷെ അത് ഏറ്റെടുക്കുന്നത് എങ്ങനെയാണോ അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അന്ന് ആ പ്രോഗ്രാമിൽ ഒരു തീരുമാനമെടുത്തു. ഷിനോ സാറിന്റെ കൂട്ടിക്കൊണ്ടുപോയ. ഷിനോ സാറും അന്ന് പാർട്ട് ടൈം ആണ് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ഇടയ്ക്ക് വർക്കിന് പോകും, ബാക്കിയുള്ള സമയങ്ങളിലേ ചെയ്യുന്നുള്ളായിരുന്നു. അന്ന് അവിടുന്ന് ഒരു പ്രോഗ്രാം എടുത്തു. പക്ഷെ ഇത് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 5 വർഷം ഇത് ചെയ്തു നോക്കാം, അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും തീരുമാനിക്കാം. അങ്ങനെ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു തീരുമാനം എടുത്തു, എന്തായാലും 5 വർഷത്തേക്ക് ഈ ബിസിനസ്സേ ചെയ്യുന്നുള്ളൂ, ഫുൾ ടൈം കെയർ ആയിട്ട് നിലവിലുള്ള ജോലി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അത് മാത്രമല്ല, ചെറിയൊരു ഫാമിലിയാണ്. 2 ചെറിയ കുട്ടികളുണ്ട്, വൈഫുണ്ട്, അമ്മയുണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു ഫാമിലിയാണ്. വരുമാനം എന്ന് പറയുന്നത് ടൈൽസിന്റെ കോൺട്രാക്ട് വർക്കിലൂടെ കിട്ടുന്ന വരുമാനമാണ്. അത്യാവശ്യം നല്ല വരുമാനം ഉണ്ട് കേട്ടോ, കാരണം വലിയ വലിയ വർക്കുകൾ എടുത്തുകൊണ്ട് നല്ല വരുമാനമുണ്ട്. പക്ഷെ അത് ഫുൾ ടൈം ആയിട്ട് ആ മേഖല വിട്ടിട്ട് ഇതിലേക്ക് വരാൻ തീരുമാനിച്ചു. അതാണ് ഒരു എന്താ പറയാ, നമുക്കറിയാം നിലവിലെ വരുമാന മാർഗം ഒക്കെ നിലച്ചു. വീട്ടിൽ പിന്നെ വരുമാനം ഒന്നുമില്ല, ഇതിലൂടെ വേണം വരുമാനം. അപ്പൊ ഇതിലൂടെ ഫുൾ ടൈം ആയിട്ട് ഇതിലേക്ക് ഇറങ്ങി ടീം ക്രിയേറ്റ് ചെയ്യാണ്ട് പല സ്ഥലങ്ങളിലേക്കായിട്ട് മാറി. പല സ്ഥലങ്ങളിലേക്ക്, കർണാടകയിലേക്കും, ഇവിടെ അതിർത്തിയാണല്ലോ, കുറച്ച് ദൂരം ഓടിയാൽ മതി. ഒരു 10, 70, 80 കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ട് കർണാടകയിലെത്താം. അപ്പൊ നമുക്ക് അവിടെ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്, അങ്ങോട്ട് കുറച്ച് അവിടെ ഒരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടായി. അങ്ങനെ ചെറിയ ചെറിയ പോക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത് നിലവിലുള്ള വരുമാനം കംപ്ലീറ്റ് ആയിട്ട് നിലച്ചിട്ടാണ്. അപ്പൊ ഇതിലൂടെ വരുമാനം നേടിയേ പറ്റുള്ളൂ. അപ്പൊ ആ സമയത്ത് ഒരു ബൈക്കായിരുന്നു കയ്യിലുണ്ടായിരുന്നത് ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത്. അപ്പൊ ബൈക്ക് പോരാ, കാരണം 1-2 പേര് നമ്മുടെ കൂടെ വരാൻ തുടങ്ങി, ഇനി അവരെ കൊണ്ടുള്ള വർക്കുകളായി. അപ്പൊ ഒരു കാറ് ഡിസ്ട്രിബ്യൂട്ടർ ഒരു 3 മാസം ഏകദേശം ആകാറായപ്പോഴത്തേക്കും ഇതിലൂടെ ഒരു കാറ് മേടിച്ചു. കാരണം അന്ന് ടീം പോലും അംഗീകരിച്ചില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകൊണ്ടാണ് വണ്ടി എടുത്തത്. അപ്പൊ നമുക്കൊരു അച്ചീവ്മെന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ ഷായ് സാറൊക്കെ പറഞ്ഞു നമുക്ക് ഇതിന്റെ അച്ചീവ്മെന്റ് ആയിട്ട് കാണിക്കാൻ കഴിയില്ല. അപ്പൊ ഓക്കെ സാറേ, എന്നാലും നമുക്ക് വണ്ടി വേണമല്ലോ. അങ്ങനെ ഒരു വണ്ടി എടുത്തു. ആ വണ്ടിന്റെ അടവ് ഞാൻ പറയുന്നു പൂർണ്ണമായിട്ട് ഈ ബിസിനസ്സിലൂടെയാണ്. ഞാൻ പറഞ്ഞു മറ്റു വരുമാനങ്ങളൊന്നുമില്ല, പൂർണ്ണമായിട്ട് ഈ ബിസിനസ്സിലൂടെ മാത്രമാണ് മുമ്പോട്ട് പോയത്. കാരണം നമുക്കറിയാം അല്ലെ, ആ വരുമാനം നമുക്ക് വേണ്ട വരുമാനം. എനിക്ക് സമയത്ത് വണ്ടിക്ക് ഏകദേശം ഒരു 15,800 അടവുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു 10-15,000 രൂപ എണ്ണ അടിക്കണം, പിന്നെ വീട്ടിലേക്കുള്ള ചെലവുണ്ട്. അപ്പൊ ഒരു മാസം എന്നെ സംബന്ധിച്ച് ഒരു 50,000 രൂപ ബിസിനസ്സിലൂടെ വേണം, തീർച്ചയായിട്ടും വേണം. കാരണം അല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. നിലവിലെ വരുമാന മാർഗം നിർത്തിയിട്ട് ഫുൾ ടൈം ആയി. അപ്പൊ നമ്മുടെ ലീഡർമാർ പറഞ്ഞു കപ്പൽ കത്തിച്ചിട്ട് വന്ന ആൾക്കാരെ ഇതിൽ വിജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയാ, ആദ്യം ലീഡർമാർ പറയുന്ന വാക്കുകൾ നമ്മളെ കപ്പൽ കത്തിച്ചുകൊണ്ടാണ്. അപ്പൊ 50,000 രൂപ നമുക്ക് ഒരു മാസം വേണം ഇത് പിടിക്കാനുള്ള ഓട്ടമായി. പിന്നെ അപ്പം ഫസ്റ്റ് മാസം ഒരു 2 മാസം കഴിഞ്ഞ് ഇതിനെ കുറിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലായി. നമുക്കറിയാം അന്ന് അപ്ലൈനായിട്ട് ഷായ് സാറ്, സന്തോഷ് സാർ, ഈ 2 പേരെ നമ്മുടെ മുമ്പിലുള്ളൂ. ഷായ് സാറിനൊക്കെ ബിസിനസ്സിൽ കാണുന്നത് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന ഒരു മാസം കഴിഞ്ഞിട്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷിനോ സാറിന് കണ്ടിന്യൂസ് ആയിട്ട് പെർഫോമൻസ് ബോണസ് അടിക്കാൻ തുടങ്ങുമ്പോഴാണ് ഷായ് സാറിനെ കാണുക. അല്ലെങ്കിൽ സന്തോഷ് സാറാണ് നമുക്ക് വർക്ക് കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് പഠിക്കാൻ തീരുമാനിച്ചു. കാരണം ഇങ്ങനെ പോയാൽ ശരിയായില്ല. 50,000 രൂപ ആണെങ്കിൽ നമ്മൾ വർക്കുകൾ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് പോകണം. അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഉള്ള മീറ്റിങ്ങുകൾക്ക് മുഴുവൻ എവിടെയൊക്കെ മീറ്റിങ്ങിൽ പ്രോഗ്രാം വെച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ചെല്ലും, ഇത് പഠിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടു കൂടി. അങ്ങനെ ബിസിനസ് പഠിച്ചെടുത്തു. വേഗം ചെറിയ ടീമുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ മാസം ഈ 50,000 രൂപ പിടിച്ചപ്പോൾ നമുക്കറിയാം ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലെത്തും. അങ്ങനെ ആദ്യത്തെ മാസം ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഈ വണ്ടി എടുത്തതിന് ശേഷം അടുത്ത മാസത്തിൽ തന്നെ ടീം കോർഡിനേറ്റർ ആയി. അതിന്റെ അടുത്ത മാസം ഏരിയ ടീം കോർഡിനേറ്റർ ആയി. അങ്ങനെ 3 മാസം കൊണ്ട് ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്ററിൽ എന്ന റാങ്കിലേക്ക് എത്തിയത് ഏറ്റെടുത്തതിന് ശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു കുറെ റീറ്റെയിൽ ചെയ്യും,
കാരണം 50,000 രൂപയ്ക്ക് മുകളിൽ വേണം. അപ്പോൾ നമുക്ക് എന്താ പറയാ, അക്കൗണ്ടിലൂടെയുള്ള വരുമാനം മാത്രം നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് റീറ്റെയിൽ ചെയ്യും. അപ്പൊ റീറ്റെയിൽ ചെയ്യാനും ഷിനോ സാറൊക്കെ സഹായിക്കും. കാരണം ഷിനോ സാറിന് ഈ പറഞ്ഞ പോലെ തന്നെ ഫുൾ ടൈം ഇതിലേക്ക് വന്നതിന് ശേഷം വലിയൊരു ഫാമിലി ചെറുതാണ്. അപ്പം ഷിനോ സാറിന്റെ വരുമാന മാർഗവും കുറഞ്ഞു. അപ്പൊ നമ്മൾ ഈ 50,000 രൂപ നമുക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ റാങ്കുകൾ ഓരോന്നായി മാറാൻ തുടങ്ങി. അങ്ങനെ സോണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിൽ എത്തുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് കോവിഡ് വരുന്നത്. അപ്പൊ ഇത് ഈ ബിസിനസ് പിന്നെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നോ അങ്ങനെയൊന്നും വലിയൊരു ഐഡിയ ഇല്ല. ആ സമയത്ത് നമുക്കറിയാം ഇതേപോലെ അല്ലെ സൂം മീറ്റിങ്ങുകളോ അല്ലെ ഗൂഗിൾ മീറ്റുകളോ ഒന്നും നമ്മൾ അതിനെക്കുറിച്ചൊന്നും നമുക്കൊരു പരിചയമില്ല. അങ്ങനെ പിന്നെ ടീം അതിനെക്കുറിച്ച് ഒരു പൊരുത്തപ്പെട്ട് വന്നതിന് നമ്മുടെ എന്താ പറയാ, കുറെ ആൾക്കാർ നമുക്ക് ബന്ധപ്പെടാൻ കഴിയാത്ത രീതിയിലേക്ക്, ഇപ്പൊ കർണാടകയിലൊക്കെ ഞാൻ പറഞ്ഞു ആദ്യം ഒരു പോക്കറ്റ് രൂപീകരിച്ചു. അവിടെയുള്ള ആൾക്കാരിലേക്കൊക്കെ നമുക്ക് ബന്ധപ്പെടാൻ കഴിയാത്തതിന് ഭാഗമായിട്ട് കുറച്ച് ലാഗൊക്കെ വന്നു. പിന്നീട് നമുക്ക് ഒരു വർഷം എടുത്തു സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് എത്താൻ. കാരണം ഈ കോവിഡൊക്കെ നമുക്കറിയാം, എല്ലാവരെയും നമുക്ക് പുറത്തിറങ്ങാൻ ഒരു 6 മാസത്തേക്ക് പറ്റൂലായിരുന്നു. ആ സമയത്തൊക്കെ കുറെ ആൾക്കാർ നമ്മുടെ ബിസിനസ്സിൽ നിന്നും മാറി നിന്നു. കാരണം അവരെ സംബന്ധിച്ച് ഇതിന്റെ വലിപ്പം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി അവരെ നമുക്ക് പ്രോഗ്രാമുകളിലേക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറച്ച് ആൾക്കാർ വിട്ടുവന്നു. എങ്കിലും ശക്തമായി പിടിച്ചു. അടുത്ത ഒരു വർഷം കൊണ്ട് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയി. പിന്നീട് നമുക്ക് പറയാ റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് വന്നു. അപ്പൊ തന്നെ ഞാൻ പറയാ ഇതിനുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമുക്ക് അന്ന് ടീം വെച്ചിരുന്നത്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് എനിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് ഞാൻ അതിനെ കാണുന്നു. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആയിരുന്നു. ആ പ്രോഗ്രാമിൽ ഒരു പെർഫോമൻസ് ബോണസ് ആണ് ഞാൻ ആദ്യം അടിച്ചുകൊണ്ട് ആ ബിസിനസ്സിൽ തുടക്കത്തിന്റെ ഫസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് ബോണസ് ആയിരുന്നു. ആ പെർഫോമൻസ് ബോണസ് അടിച്ച് ആ പ്രോഗ്രാമിൽ കയറി. ആ പ്രോഗ്രാം കഴിഞ്ഞിറങ്ങി വരുമ്പോഴാണ് നമുക്ക് കമ്പനി എന്ന് തായ്ലാന്റ് എന്ന് പറയുന്നൊരു കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. തായ്ലാന്റ് കോൺടെസ്റ്റ് വിന്നർ ആകാൻ കഴിഞ്ഞു. കാരണം പിന്നീടുള്ള ഒരു ഓട്ടം വളരെ വേഗത്തിലായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുമാനം നേടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു. റാങ്കുകളോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മളെ സംബന്ധിച്ചൊരു കാര്യമില്ല. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുമാനം കിട്ടിയാലേ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. വരുമാനം കൊണ്ടുവന്നാൽ മാത്രമേ അല്ലെ വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. കാരണം നമുക്ക് ആ ഒരു സമയത്ത് അറിയാം നല്ല വരുമാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആണ്. അപ്പൊ അവിടുന്ന് വരുമാനം കുറഞ്ഞപ്പോൾ വീട്ടിലെ സാഹചര്യം അറിയാം അല്ലെ, നല്ല പോസിറ്റീവ് ആയിരിക്കുമല്ലോ. ശരിയല്ലേ? എല്ലാവരുടെയും അല്ലെ, വരുമാനം കുറയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മുടങ്ങും. അപ്പൊ വൈഫ് പൂർണ്ണമായിട്ട് സഹകരിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ബുദ്ധിമുട്ടുകൾ നമുക്ക് തുടക്ക സമയത്ത് വരുമാനക്കുറവ് കൊണ്ടായിരുന്നു. അതൊക്കെ മേക്കപ്പ് ചെയ്തു പോകാൻ വേണ്ടി വൈഫ് നല്ലപോലെ സഹായിച്ചു. കാരണം നമ്മൾ ആദ്യം തുടക്ക സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, വലിയ ക്യാഷ് ഒന്നും നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ടില്ലായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സ്വർണ്ണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ എടുത്തിട്ടാണ്, ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ടാണ് വണ്ടി എടുത്തത് തന്നെ. അപ്പൊ പിന്നീടുള്ള മാർഗമില്ല. അപ്പം കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വൈഫിനോട് പറഞ്ഞു. വൈഫ് പൂർണ്ണമായിട്ട് സഹകരിച്ചു. അങ്ങനെ ഒരു ടീമിനെ ക്രിയേറ്റ് കഴിഞ്ഞു. ഈ തായ്ലാന്റ് കോൺടെസ്റ്റ് വന്ന് ഒരു 1.5 മാസം കൊണ്ട് അന്ന് എൻ്റെ കൂടെ മുനീർ സാർ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. അദ്ദേഹം 1.5 മാസം കൊണ്ട് ഈ തായ്ലാന്റ് കോൺടെസ്റ്റ് അച്ചീവ് ചെയ്തു. അപ്പോഴത്തേക്ക് അദ്ദേഹം ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് എത്തി. എൻ്റെ കൂടെ ആദ്യത്തെ ടീം കോർഡിനേറ്റർ ആണ്. ഇന്ന് അദ്ദേഹം റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് തായ്ലാന്റ് അച്ചീവർ ആണ് എൻ്റെ ടീമില്. അങ്ങനെ തായ്ലാന്റ് അച്ചീവ് ചെയ്തു. വലിയ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു അച്ചീവ്മെന്റ് ആണ് ഈ ബിസിനസ്സിൽ. തുടക്കത്തിൽ ഒരു അച്ചീവ്മെന്റ് ആണ് നമുക്ക് ഈ ബിസിനസ്സിൽ നമ്മൾ മുമ്പോട്ട് നയിക്കുന്നത്. നമുക്ക് പറയാനുള്ളതും അതാണ്. അങ്ങനെ ഇന്നിപ്പം എന്റെ റാങ്കിലേക്ക് എത്തുന്ന നിരവധി ലീഡേഴ്സ് ഉണ്ട്. റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് എത്തുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ തുടക്കത്തിൽ ഒരു അച്ചീവ്മെന്റ് ഈ ബിസിനസ്സിലോട് നേടാൻ കഴിയുവാണെങ്കിൽ, എന്നെ പിടിച്ചെത്തിയത് അതാണ്. ഞാൻ പറഞ്ഞു കോൺട്രാക്ട് വർക്ക് ആയിരുന്നു. അതിന്റെ വരുമാനം പൂർണ്ണമായിട്ടും നമുക്ക് ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടും ഫുൾ ടൈം കരിയർ ആയിട്ട് ഈ ബിസിനസ് നമ്മൾ ഏറ്റെടുത്താൽ വളരെ വേഗത്തിൽ നമ്മൾക്ക് വിജയിക്കാൻ പറ്റും. നമ്മുടെ മുമ്പിൽ പോയിരിക്കുന്ന ഓരോ ലീഡർമാരും നോക്കിയാൽ അറിയാം, അവർ ഈ ബിസിനസ്സിൽ അല്ലെ വലിയ നേട്ടങ്ങൾ തുടക്കത്തിൽ അച്ചീവ്മെന്റ് ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത് നമുക്ക് ഈ ബിസിനസ്സിൽ തുടക്കത്തിൽ എന്തൊക്കെ അച്ചീവ്മെന്റ്, ടീം എന്തൊക്കെ പ്രോഗ്രാമുകൾ വെച്ചിട്ടുണ്ടോ ആ പ്രോഗ്രാമുകളിൽ നിന്ന് നമ്മൾ ഏറ്റെടുക്കുക. നമ്മൾ തുടക്കത്തിൽ നല്ലൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആ ഒരു അച്ചീവ്മെന്റ് ആണ് എന്നെ തായ്ലാന്റ് കോൺടെസ്റ്റ് ആണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചത്. കാരണം നമുക്കറിയാം തായ്ലാന്റ് കമ്പനിയോടെ ഒന്ന് പോയി നോക്കണം. അതിന്റെ നമ്മുടെ കമ്പനീന്റെ വലിപ്പവും നമ്മൾ ഫ്രീ ആയിട്ട് ടൂർ പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും. കാരണം ഇവിടുന്ന് തായ്ലാന്റ് പോയി ഇവിടുന്ന് നമുക്ക് എയർപോർട്ടിൽ എത്താനുള്ള
ക്യാഷ് മാത്രമേ ആവശ്യമുള്ളൂ. അവിടെ നമ്മളെ ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അടിച്ചു പൊളിച്ച് കമ്പനീന്റെ കൂടെ ഒരു 5 ദിവസം തായ്ലാൻഡില് തിമിർത്തിട്ടാണ് വന്നത്, ഫ്രീ ആയിട്ട്. അപ്പോഴാണ് നമ്മുടെ കമ്പനിയെ കുറിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത്രയും ആൾക്കാരെ ഞങ്ങൾ പോയ സമയത്ത് 28 പേരാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നിറങ്ങുന്ന പാടെ നമുക്കെന്താ പറയാ, ഒരു ഗൈഡ് AC ബസ്സുമായിട്ട് നമ്മളെ കാത്തു നിൽക്കുവാണ്. പിന്നെ അവര് നമ്മളെയും കൊണ്ട് പോവാണ് ഈ 5 ദിവസം. എന്താ പറയാ, ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയിലാണ് പോയതെന്ന്. എല്ലാ കാര്യങ്ങളിലും അടിപൊളിയായിട്ട് അടിച്ച് തിമിർത്തു വന്നു. കാരണം ഈ 28 പേരും ആഘോഷിച്ച് തിരിച്ചു പോകണം തന്നെ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 28 പേർക്കും അതില് പ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇതേപോലെ നമുക്കറിയാം പല സമയത്തും അത് നമ്മൾ ആ ഹോട്ടല് വലിയൊരു ഹോട്ടലാണ്. ആ ഹോട്ടലന്ന് മൈലേജ് സ്റ്റൈൽ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പല സമയത്തായിട്ട് ടൂറിന് വിടുന്ന ആൾക്കാരെ കമ്പനി അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു. ഏകദേശം ഒരു 1000-ന് മുകളിൽ ആൾക്കാർ അന്ന് ആ കോൺടെസ്റ്റ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ആൾക്കാരെ കമ്പനി തായ്ലാൻഡിൽ എത്തിച്ച് 5 ദിവസം അടിച്ചു പൊളിച്ച് തിമിർത്ത്. ഒന്ന് ആലോചിച്ച് നോക്കണം. സാധാരണക്കാരായിട്ടുള്ള തേപ്പിന് പണി എടുത്തുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ടൈലൊട്ടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ, ഇങ്ങനെ പല മേഖലകളിലുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ടാണ് ഒരിക്കലും അവർ ആഗ്രഹിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ സ്വപ്നങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. ഒരു കോടീശ്വരന്മാർ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ ശരിക്കും അവിടെ പോയപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. കാരണം ഇതേപോലുള്ള ഹോട്ടലുകള് അല്ലെ, നമ്മൾ സാധാരണ നമ്മൾ തായ്ലാൻഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പാക്കേജിൽ പോയാൽ അവിടെയുള്ള നോർമൽ ആയിട്ടുള്ള ചെറിയ ചെറിയ ഹോട്ടലുകളിൽ തങ്ങി അല്ലെ അവിടുത്തെ നോർമൽ ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ കയറി. ഇത് കമ്പനിയെ സംബന്ധിച്ച് അവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള നമുക്ക് തന്നത്. കാരണം അങ്ങനെ അടിച്ചു പൊളിച്ച് ഇവിടേക്ക് വന്നു. അത് വന്നതിന് ശേഷം നമുക്ക് എന്താ പറയാ, വിശ്വാസം കൂടി. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ ടൈം വേഗത വർദ്ധിച്ചു, ബിസിനസിന്റെ വേഗത വർദ്ധിച്ചു. വേഗം നമ്മള് കൂടെയുള്ളവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് വേഗം അവരെ റാങ്കുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കി. അങ്ങനെ ഞാൻ പറയാണ്, ഇന്ന് 1.5 കോടിക്ക് മുകളിൽ ബിസിനസ് വോളിയം മാച്ച് ചെയ്യാൻ കഴിഞ്ഞു. നമുക്കറിയാം നമ്മൾ ടീമായിട്ടും അല്ലെങ്കിൽ കമ്പനി പല കോൺടെസ്റ്റുകളും നമ്മുടെ മുമ്പിലേക്ക് വരും. കമ്പനിയെ സംബന്ധിച്ച് നമ്മളെ കൊണ്ടുപോകുമ്പോൾ അത്രയും പൈസ ലോസ് അല്ലേ, ശരിയല്ലേ? നമുക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. കാരണം നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ വെക്കുന്നത്, അല്ലെങ്കിൽ ടീം വെക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ വളരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഏറ്റെടുക്കുക, ആഞ്ഞു പിടിച്ചു പോവുക. കാരണം അന്ന് ഞാനൊക്കെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്ക് ഔട്ട്ലെറ്റ് വയനാട്ടിലില്ലായിരുന്നു. മൈസൂറോ അല്ലെങ്കിൽ കണ്ണൂർ, കോഴിക്കോടൊക്കെ പോയിട്ടാണ് ഞങ്ങൾ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇവിടെ ടീമിനെ ബിൽഡ് ചെയ്യുന്നത്. ഇന്ന് വരുന്നവരെ സംബന്ധിച്ച് കാരണം വലിയ അനുഗ്രഹമാണ്. കാരണം എല്ലാ ജില്ലകളിലും ഔട്ട്ലെറ്റ് എത്തി. അത് മാത്രമല്ല നമുക്ക് ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇന്ന് നമുക്ക് മുമ്പിലേക്ക് കമ്പനി ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. കാരണം ഇന്ന് ടീം ഡെവലപ്മെന്റ് ഫണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, പുതിയ പ്രൊഡക്റ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാം, ഈ ബിസിനസ്സിൽ ഇപ്പൊ കടന്നു വരുന്നതിനെ സംബന്ധിച്ച് ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് അച്ചീവ്മെന്റ് കാണിച്ചു കൊടുക്കാനാണെങ്കിലും നമുക്കുണ്ട്. കാരണം ഇന്ന് നിരവധി ലീഡർ ഇന്ന് 2,10,000 വാങ്ങിയുള്ള ടീമിൽ ആൾക്കാരെ കാണിച്ചു കൊടുക്കാനുണ്ട്. അവരുടെ അച്ചീവ്മെന്റ് കാണിച്ചു, അവർ നേടിയ സമയം അല്ലെ, ചുരുങ്ങിയ 3-4 വർഷം കൊണ്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നുകൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി നമുക്ക് കാണിച്ചു കൊടുത്ത് അവരൊരു വിശ്വാസത്തിലേക്ക് വളരെ വേഗത്തിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മൾ കടന്നു വന്നേക്കാളും വളരെ വേഗത്തിൽ ഇന്ന് ഈ ബിസിനസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമുക്കറിയാം. ഇനി ഏകദേശം 2030 ആകുമ്പോഴത്തേക്കും 1000-ന് മേളിൽ പ്രൊഡക്റ്റുകൾ അല്ലെ നമ്മുടെ കമ്പനി നമ്മളിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മുടെ MD പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് 1000-ന് മുകളിൽ പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടാൽ അല്ലെ, നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കാനാണ്. അപ്പൊ നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടാൽ നമ്മളൊന്ന് ഓട്ടോമാറ്റിക് ചിന്തിച്ചു നോക്കൂ, ഒരു 1000-ന് മേളിൽ അല്ലെങ്കിൽ ഒരു 10-15,000 പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 2,10,000 കിട്ടും അല്ലെ. നമ്മുടെ സൂപ്പർ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. കാരണം ഞാൻ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ട് ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. നല്ല പ്രൊഡക്റ്റുകൾ അല്ലെ, ഒരു ഫാമിലി നമ്മളിപ്പോ ഒരു 5,000 പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു 5,000 കുടുംബമാണ്. ആ 5,000 കുടുംബങ്ങളിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ആഴ്ച വരുമാനം 2,10,000 നമ്മുടെ ഉള്ളിലേക്ക് അല്ല നമ്മുടെ വീട്ടിലേക്ക് എത്തും. അങ്ങനെ നമുക്ക് എന്താ പറയാ, വളരെ വേഗത്തിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊക്കെ ചെയ്തത് അത് തന്നെയാണ്. നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്കെന്താ പറയാ, കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. മുമ്പിൽ പോയ ലീഡർമാർ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ. അവർ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ചുരുങ്ങിയ വർഷം കൊണ്ട് ഞാൻ ആ മേഖലയിൽ ഒരു 18 വർഷം ജോലി ചെയ്തതാണ്. ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഇപ്പൊ 5 വർഷം
കഴിഞ്ഞ 6ാമത്തെ വർഷമാണ് ഈ ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് കടന്നു പോയത്, ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു മേഖലയിൽ നമ്മളൊരു 10-15 വർഷം കഠിനാധ്വാനം ചെയ്താലും നമുക്ക് എന്താ പറയാ, ജീവിച്ചു പോകാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഈ ബിസിനസ്സിലേക്ക് വന്ന ഒരു 10 വർഷം ആയിട്ടുള്ള ലീഡേഴ്സിനെ എടുത്തു നോക്കൂ. അവരിന്ന് ലക്ഷറി ആയിട്ട് ജീവിക്കുന്നു, ഓഡിയിലും ബെൻസിലും BMW ഒക്കെ സഞ്ചരിക്കുന്നു. അപ്പൊ ഇത്രയും വേഗത്തിൽ വിജയിക്കാൻ പറ്റുന്ന വേറൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ടോ? ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ കാണാൻ പറ്റും, ഒരു ഫീൽഡിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ അവിടെ നമ്മൾ ആ വർക്ക് ഏറ്റെടുത്ത് അത് സ്വന്തം കൊണ്ടുപോകാൻ നോക്കണം. അത് മാത്രം പോരാ, ഒരുപാട് റിസ്കുകൾ ഉണ്ട്. അത് മാത്രമല്ല, ഒരുപാട് പണം നമ്മൾക്ക് അവിടെ ആവശ്യമാണ്. ഇതൊന്നും ഇല്ലാണ്ട് ഒരു ചുരുങ്ങിയത് ഒരു 4-5 വർഷം കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ, ഓരോരുത്തരുടെ മുമ്പിൽ ഇപ്പൊ കയ്യിലെത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ കൊണ്ടുവന്നവരെ സ്തുതിച്ചുകൊണ്ട് അവർക്കെല്ലാം അല്ലേ, നമ്മൾ പലരും ചെയ്യാറുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബിസിനസ്സിലേക്ക് കടന്നു വരും, ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. അപ്പൊ പ്രോഗ്രാമുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഇന്ന് വയനാട്ടിൽ പ്രോഗ്രാം ഉണ്ട്, അതേപോലെ കോഴിക്കോട് പ്രോഗ്രാം ഉണ്ട്, പല ജില്ലകളിലായിട്ട് പ്രോഗ്രാം ഉണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളിലാണോ നമുക്ക് ഈ ബിസിനസ്സിന് നമ്മുടെ കൂടെ ആൾക്കാർ കടന്നു വരുന്നത്, അവിടെ അവരെ ആ പ്രോഗ്രാമിലേക്ക് കയറ്റിക്കൊണ്ട് ഈ ബിസിനസിന്റെ വലിപ്പം എന്താണെന്ന് അവരുടെ ഉള്ളിൽ നമ്മൾക്ക് മനസ്സിലായതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ എത്തുന്നതോടും വരെ അവരെ നമ്മൾ കൈ പിടിച്ച് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ കഴിയും. കാരണം നമ്മളെക്കാളും കഴിവുള്ളവർ നമ്മുടെ കൂടെ വരുമ്പോൾ അവർ ഈ ബിസിനസ് ഏറ്റെടുത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇനി നമ്മൾ വിചാരിക്കുകയാണെന്ന് എനിക്ക് ഈ ബിസിനസ്സിലൂടെ എന്താ പറയാ, ആഴ്ചയിൽ 2,10,000 ഒന്നും വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ ഏറ്റെടുക്കുന്ന ലീഡേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഇന്ന് അയ്യൂബ് സാറിന്റെ ഒക്കെ അവസ്ഥ അതേപോലെയാണ്. കാരണം അയ്യൂബ് സാർ വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇന്ന് അക്കൗണ്ടിലേക്ക് 2,10,000 അല്ലെങ്കിൽ അതേപോലുള്ള എമൗണ്ട് കയറും. കാരണം ഒരു നെറ്റ്വർക്കാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് അത് നമുക്കറിയാം, അല്ലെ, നിരന്തരം റീപർച്ചേസിങ് പ്രൊഡക്റ്റുകളാണ്. ആ പ്രൊഡക്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉപയോഗിച്ച് തീർന്നാൽ വീണ്ടും 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 വാങ്ങും. ആ വാങ്ങുന്ന സമയത്ത് നമുക്കിതിന്റെ വോളിയം കയറിക്കൊണ്ടേ ഉണ്ടാവും. ആ കയറുന്ന സമയത്ത് നമുക്കറിയില്ലേ, വരുമാനം 2,10,000 റെഗുലർ ആയിട്ട് മാറാൻ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ ഒരു വർഷം ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ട് നമ്മളൊന്ന് പ്രവർത്തിച്ചാല്, നല്ലൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാല് ഈ പറയുന്ന വരുമാനം നമുക്ക് നേടാൻ കഴിയും. ഇനിയുള്ള വേഗത എങ്ങനെയാണ്? ഇപ്പൊ നമുക്കറിയാം, ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് എത്തുന്നത് ഞാൻ 3 മാസം കൊണ്ടാണ് ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്തിയെങ്കിൽ ഇന്ന് അത് അല്ലെ 2 ആഴ്ച കൊണ്ടും 3 ആഴ്ച കൊണ്ടും 1 മാസം കൊണ്ടും ടീം കോർഡിനേറ്റർമാരെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ലെവലിലേക്ക് നമ്മുടെ ബിസിനസ് മാറി. അതുപോലെ എല്ലാ ട്രേഡ് യൂണിയന്റെ സപ്പോർട്ട് നമ്മൾക്ക് വന്നു. അല്ല, ഇന്ന് 2019 ഫെബ്രുവരിയിൽ നമ്മൾ കണ്ടതാണ്, ഈ ബിസിനസിനെ ലീഗലായി പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ട്രേഡ് യൂണിയനും ഈ രംഗത്തേക്ക് കടന്നു വന്നു. അപ്പോൾ വളരെ ഈസിയായി ഈ കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ഒറ്റ വർഷം കൊണ്ട് നമുക്ക് ഈ അച്ചീവ്മെന്റുകൾ എല്ലാം നേടാൻ കഴിയും. കാരണം നമ്മളൊന്ന് ഫുൾ ടൈം ബിസിനസ് ഏറ്റെടുത്ത് ഫുൾ ടൈം ആയി പ്രവർത്തിച്ചാൽ മതി. എനിക്ക് നേട്ടങ്ങൾ ഉണ്ടായതെന്ന് വെച്ചാൽ ഈ ബിസിനസ് ഫുൾ ടൈം കരിയർ ആയിട്ട് ഏറ്റെടുത്തു. ഇന്നിപ്പോ ഞാൻ ഷിനു സാർ ആദ്യം പറഞ്ഞ പോലെ തന്നെ 5 വർഷം കഴിഞ്ഞു. അപ്പൊ ഷിനു സാർ ഇന്ന് CTC റാങ്കിലേക്ക് എത്തുന്നു. അതേപോലെ ഞാൻ നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് ടച്ചിങ് ആണ്. അപ്പൊ ഇവിടെ എത്താൻ കഴിയും. നമ്മൾ ഏറ്റെടുത്താൽ വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് ഏറ്റെടുക്കുക, എല്ലാവരും ഏറ്റെടുക്കുക. ചെറിയ എക്സ്പീരിയൻസ് ആണ്, കാരണം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ബിസിനസ്സിൽ നമുക്ക്, അല്ലെ, പ്രവർത്തിച്ചാൽ വിജയം എവിടെ ഉറപ്പാണ്. അപ്പൊ എല്ലാവരും ബിസിനസ് നെഞ്ചോടെ ഏറ്റെടുത്ത് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ട് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മലേഷ്യൽ മാർക്കറ്റിംഗ്. താങ്ക് യു.